സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫെയ്ത്ത് ഈസ് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ലിങ്ക്സ് യു വിത്ത് ഗാഡ്. പക്ഷെ നമുക്കറിയാമല്ലോ, ആ ഡിപ്പെൻഡൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടപ്പോൾ മുതൽ വി ആർ ഡെഡ് ടു ഗാഡ്. നമ്മൾ ദൈവത്തിന് മരിച്ചു. എന്തിനാണ് യേശു വന്നത്? ഈ ട്യൂബ് ഒന്ന് റീപ്ലേസ് ചെയ്യാനാ. അതായത് ആദാം കട്ട് ചെയ്ത ട്യൂബ് കാൽവറി ക്രൂശിൽ, ഏദനിൽ കട്ട് ചെയ്ത ട്യൂബ് കാൽവറി ക്രൂശിൽ യേശു റീഫിക്സ് ചെയ്തു. അതാണ് നിരപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക്. റിക്കൺസിലിയേഷൻ, നിരപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പം കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. യു ആർ നോ മോർ ഇൻഡിപെൻഡന്റ് ഫ്രം ഗാഡ്, യു ആർ എ ഡിപ്പെൻഡന്റ് ഓഫ് ഗാഡ്. എന്ന് തന്നെയല്ല, അവൻ ഇരുപക്ഷത്തെയും യോജിപ്പിച്ചു. യു ആർ നോട്ട് ഓൺലി ഡിപ്പെൻഡന്റ് ഓൺ ഗാഡ്, യു ആർ ഈവൻ ഡിപ്പെൻഡന്റ് ഓൺ യുവർ ബ്രദർ. നമ്മൾ വായിച്ച വാക്കാണ്. ഇരുപക്ഷത്തെയും അവൻ യോജിപ്പിച്ചു. ദൈവമായിട്ട് യോജിപ്പിച്ചു, സഹോദരനുമായിട്ട് യോജിപ്പിച്ചു. ഈ ആത്മീക യാഥാർത്ഥ്യം നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ ആത്മീക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയുന്നത്? ഇതാണ് ഫെയ്ത്ത്. അല്ലാതെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറൊന്നും അല്ല. ഈ ക്രൂസൈഡുകാരൻ പറയുന്ന ഒന്നുമല്ല ഫെയ്ത്ത്. ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. ദൈവത്തിന് കഴിയുമെന്ന് ആരാ വിശ്വസിക്കാത്തത്? എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈവൻ ഡെവിൾ ബിലീവ്സ് ദാറ്റ്. ദൈവത്തിനെല്ലാം കഴിയുമെന്ന് നമ്മൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ? പിശാചും വിശ്വസിക്കുന്നുണ്ട്. അതല്ല, ആശ്രയിക്കുകയാണ്. നീ വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ ആശ്രയിക്കുക. ആ ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ മൂക്കിൽ ഊതിയ ദൈവത്തിന്റെ ജീവശ്വാസത്തിലൂടെ അവൻ ജീവൻ പ്രാപിച്ചു. പക്ഷെ അത് കട്ട് ചെയ്തപ്പോൾ നമ്മൾ മരിച്ചു. യേശു വന്ന് എന്ത് ചെയ്തു? പിന്നെയും ഇത് റീഫിക്സ് ചെയ്തു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബ്രീത്ത് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞു, ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയാണ്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ്. 11-ാം വാക്യം പറയുമ്പോഴത്തേക്ക്, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ സമൃദ്ധിയായ ജീവൻ നമുക്ക് നൽകുവാൻ യേശുവിന് കഴിഞ്ഞത്? ബിക്കോസ് ഹി ഡൈഡ് ഫോർ us. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമുക്കിപ്പോൾ എന്ത് കിട്ടിയിരിക്കുകയാണ്? ജീവൻ കിട്ടിയിരിക്കുകയാണ്. അഥവാ നമ്മുടെ ഡിപ്പെൻഡൻസ് തിരികെ വന്നിരിക്കുകയാണ്. വി ആർ നോ മോർ ഇൻഡിപെൻഡന്റ് ഫ്രം ഗാഡ്, വി ആർ ഡിപ്പെൻഡിങ് ഓൺ ഗാഡ്. നമ്മളിപ്പോൾ ദൈവത്തിന് ആശ്രയിക്കുകയാണ്. ആ ആശ്രയം നമുക്ക് മടക്കി തന്നത് യേശുവിൻ്റെ ക്രൂശ് മരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനകത്തെ ഒരു പ്രത്യേകത എന്താണ്? ഇനിയിപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ആരിൽ നിന്നാണ്? യേശുവിൽ നിന്നാണ്. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിച്ചിരിക്കുന്ന ഒരു കാര്യം, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് ആദമിൽ ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ജീവനുള്ള ദേഹിയായി തീർന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ആ ജീവനുള്ള ദൈവത്തിന്റെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസ് അവൻ മാറ്റി, അവൻ ഇൻഡിപെൻഡന്റ് ആയി. അപ്പോൾ എന്ത് ചെയ്തു? അവൻ മരിച്ചു. എന്നാൽ 2-ാം ആദാമത്തെ കുറിച്ച് പറയാണ്, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എത്ര ക്ലാരിറ്റി അവിടെ ഉണ്ട്! ഇത് പഠിക്കാൻ ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. യേശു എന്ത് ചെയ്തു? അത് റീപ്ലേസ് ചെയ്തു. എങ്ങനെ റീപ്ലേസ് ചെയ്തു? അവനിപ്പം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അതായത് ആദമിന് ദൈവം ബ്രീത്ത് ചെയ്യാൻ അവന്റെ ജീവൻ കൊടുത്തതുപോലെ ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? യേശുവിൽ നിന്നാണ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ആരൊക്കെ അവനുമായിട്ട് ലിങ്ക്ഡ് ആകുന്നുവോ ബൈ ഫെയ്ത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫെയ്ത്ത് ലിങ്ക്സ് യു വിത്ത് ജീസസ് ആൻഡ് ജീസസ് ലിങ്ക്സ് യു വിത്ത് ഗാഡ്. അപ്പൊ ദൈവത്തിന്റെ ജീവൻ യേശുവിലൂടെ ഇപ്പൊ എന്നിലേക്ക് ഒഴുകുകയാണ്. ശരിക്കും പറഞ്ഞാൽ
ഞാൻ പറയട്ടെ, ആ ജീവൻ ഒഴുകുന്നത് ദൈവ സംസർഗത്തിലൂടെയാണ്. അതാണ് പ്രാർത്ഥനയിൽ നടക്കുന്നത്. when you pray, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ ജീവൻ യേശുവിലൂടെ എന്നിലേക്ക് ഒഴുകുകയാണ്. ഇതാണ് പ്രാർത്ഥന. അല്ലാതെ കുറച്ച് ലിസ്റ്റ് എഴുതി കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എണീറ്റ് പോരുന്നതല്ല പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അതിന്റെ ആദ്യത്തെ വാക്യമേ ആയുള്ളൂ. നമ്മുടെ പ്രാർത്ഥന എത്ര വ്യത്യാസപ്പെടണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അവന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകാനാ. എങ്ങനെയാ അത് ഒഴുകുന്നത്? അവനുമായിട്ടുള്ള സംസർഗത്തിൽ. അപ്പൊ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവവുമായിട്ട് ലിങ്ക്ഡ് ആകണം. അങ്ങനെ അവനിൽ നിന്നുള്ള ജീവൻ എന്നിലേക്ക് ഒഴുകണം. ദൈവിക ജീവൻ എന്നിലേക്ക് ഒഴുകണം. അങ്ങനെ ദൈവിക ജീവൻ എന്നിൽ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പിന്നെ ഞാൻ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം യേശുവിൻ്റെ ജീവനിലാണ്. കാര്യം യേശുവിൻ്റെ ജീവൻ എന്നിലൂടെ ഒഴുകുന്നത്. ഇനിയിപ്പോ എന്റേതായിട്ടൊന്നുമില്ല. കാര്യം ഞാൻ മരിച്ചു. അതാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പോൾ പറയുന്നത്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ജീവിക്കുന്നത് ഞാനല്ല. നോ ലോങ്ങർ ഐ എന്ന് പറഞ്ഞാൽ ഇനി ഞാനില്ല. ഐ ഡു നോട്ട് എക്സിസ്റ്റ്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്നിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ജീവനല്ല ഇപ്പോൾ ഒഴുകുന്നത്. എൻ്റെ ചിന്തയല്ല ഒഴുകുന്നത്. എൻ്റെ പ്രവൃത്തി അല്ല ഒഴുകുന്നത്. പ്രാർത്ഥനയിൽ ദൈവ സംസർഗത്തിൽ എന്നിലേക്ക് ഒഴുകുന്നത് ആരുടെ ജീവനാണ്? ക്രിസ്തുവിന്റെ ജീവനാണ്. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒന്നും വരത്തില്ല. എൻ്റെ മനസ്സിൽ മോഹങ്ങൾ ഉണ്ടാകത്തില്ല. എനിക്ക് ആരും ആകണ്ട. എനിക്ക് ലൗകികമായ ഒരു മോഹങ്ങളും ബാക്കിയില്ല. എനിക്ക് മറ്റൊരു ലൈഫിനെ, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല. എന്തുകൊണ്ട് ചിന്തയില്ല? ഞാൻ ചിന്തിച്ചു പോകും. സാധാരണ ജീവിതമാണ്. എൻ്റെ ജീവനാണ് എന്നിൽ ഒഴുകുന്നതെങ്കിൽ ഞാൻ ചിന്തിക്കും. പക്ഷെ യേശുവിൻ്റെ ജീവനാണ് എന്നിൽ ഒഴുകുന്നതെങ്കിൽ ഇനിയിപ്പം യേശുവിൻ്റെ ചിന്തയെ എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ക്രൂസൈഡിൽ പോകുന്നു, ന്യൂ ജനറേഷൻ ചർച്ചിൽ പോകുന്നു, എല്ലായിടത്തും പോയിട്ടും നമ്മളിൽ വരുന്നതെല്ലാം ഇനി എന്തോ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാ, ഇനി ആരാകാൻ പറ്റുമെന്നാ, അടുത്ത പൊസിഷൻ എന്നാന്നാ, അടുത്ത സ്വത്ത് എന്താന്നാണ്, ഇനി എവിടൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണല്ലോ കാര്യം. ഇതാണ് ഈ ചർച്ച, നിങ്ങൾ പറയുന്ന ഈ സഭകളിൽ പഠിപ്പിക്കുന്നത് മുഴുവൻ. നിനക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറയുന്നത്. എന്തോ കിട്ടുന്നത്? എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ ജീവൻ നിന്നിലൂടെ ഒഴുകുകയാണെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു യഥാർത്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ, യേശു പഠിപ്പിച്ചതുപോലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നമ്മിലൂടെ ദൈവ സംസർഗത്തിൽ യേശുവിൻ്റെ ജീവൻ ഒഴുകാൻ തുടങ്ങും. പിന്നെ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും, അവൻ്റെ നാമവും അവൻ്റെ മഹത്വവും, അവൻ്റെ ലൈഫ്. അവൻ മാത്രമേ എൻ്റെ ഹൃദയത്തിൽ നിറയത്തുള്ളൂ. എൻ്റെ മുമ്പിൽ നിങ്ങൾ 10,000 കോടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? കാര്യം അതിനപ്പുറത്തുള്ളതാ എന്നിലൂടെ ഒഴുകുന്നത്. യേശു ഒഴുകാത്തവനാ കാശിന്റെ പുറകെ പോകുന്നേ. യേശു ഒഴുകാത്തവനാണ് കാശിന്റെ കാര്യം പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ട് എല്ലാവരും ഈ പൈസ പിരിക്കുന്നത്? ഏത് ക്രൂസൈഡിന് പോയാലും ഏത് TV പ്രോഗ്രാം കണ്ടാലും എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടയക്കുക, അക്കൗണ്ടിലയക്കുക, അത് ഇത് എന്തുകൊണ്ടാ? അവരിലൂടെ യേശു അല്ല ഒഴുകുന്നത്. യേശു ഒഴുകണം. യേശു ഒഴുകുകയാണെങ്കിൽ നമ്മുടെ മോഹങ്ങളിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കും. യേശു ഒഴുകുകയാണെങ്കിൽ, അതുകൊണ്ടാണ് അടുത്ത ആ വേദഭാഗം തന്നെ പറയുന്നത്, നമ്മളെന്താണ്? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നോക്ക്, ഒഴുകുന്നത് മുഴുവൻ ഇതൊക്കെയാ. പിന്നെ അത് കഴിഞ്ഞിട്ടാ പിന്നെ കർത്താവേ വല്ലതും എനിക്ക് കഴിക്കും കൂടെ വേണം, അതുകൂടെ ഒന്ന് ഓർത്തോണേ. കഴിക്കുന്ന കാര്യമൊക്കെ പിന്നെ അത് പ്രയോറിറ്റിയുടെ ഏറ്റവും താഴെ കിടക്കുക. എൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ
ഭൂമിയിലുമാകണമേ. കാര്യം യേശു ഒഴുകുക, പ്രാർത്ഥനയിൽ യേശു ഒഴുകണം. ഞാനിപ്പോൾ കർത്താവിൻ്റെ മകനാണ്, അവൻ്റെ മകനാണ്. എനിക്ക് എൻ്റെ പിതാവിനെ അറിയാം. എൻ്റെ പിതാവിൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നത്. എൻ്റെ പിതാവ് സ്വർഗസ്ഥനാ, അതുകൊണ്ട് എന്നിലേക്ക് ഒഴുകുന്നത് അവൻ്റെ വിശുദ്ധിയാണ്. ദൈവ സംസർഗത്തിൽ ഇരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇഫ് യു വോണ്ട് ടു ബി ഹോളി യു നീഡ് ടു പ്രേ. വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾക്കൊരു വിശുദ്ധനാകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കുക? ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല. വിശുദ്ധനായ ദൈവം എന്നിലൂടെ ഒഴുകണം, അവൻ്റെ ജീവൻ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ആ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ്റെ വിശുദ്ധി എന്നിലേക്ക് ഒഴുകും. Because he is my father God and he is a holy God. അവൻ സ്വർഗസ്ഥനായതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ജീവൻ, because he is my father, his life flows through me. അപ്പൻ്റെ ജീവനല്ലേ നമ്മളിലെല്ലാം ഒഴുകുന്നത്. അതുകൊണ്ടിപ്പോൾ എന്നിൽ ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നിലൂടെ ഒഴുകുന്നത് യേശുവിൻ്റെ ജീവനാണ്. എന്നിലൂടെ ഒഴുകുന്നത് യേശുവിൻ്റെ വിശുദ്ധിയാണ്. കാര്യം അവൻ സ്വർഗസ്ഥനാണ്. ഈസ് ദ ഹെവൻലി ഫാദർ. എൻ്റെ പിതാവ് സ്വർഗസ്ഥനായതുകൊണ്ട് ഇനി എൻ്റെ ചിന്തകളും സ്വർഗീയമായി തീരുകയാണ്. എൻ്റെ ചിന്തകളെല്ലാം സ്വർഗീയമായി തീരുകയാണ്. എനിക്ക് ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ബിക്കോസ് മൈ ഫാദർ ഗാഡ് ഈസ് എ ഹെവൻലി ഫാദർ. സോ ഐ തിങ്ക് ഓൺലി അബൌട്ട് ഹെവൻ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. സി, ദൈവസന്നിധിയിൽ ഒന്ന് പറ, കർത്താവ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. ഇന്നലെ വരെ പ്രാർത്ഥിച്ച പോലെ ഇന്നും നിന്നെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ സമയം മെനക്കെടുത്തതിനകത്ത് അർത്ഥമില്ല. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ട്രാൻസ്ഫോംഡ്. അവൻ്റെ ഹോളിനെസ് എന്നിലേക്ക് ഒഴുകണം. എൻ്റെ പിതാവ് സ്വർഗസ്ഥനായതുകൊണ്ട് എൻ്റെ ചിന്തകൾ സ്വർഗീയമാവുകയാണ്. Colossians chapter 3 verse 1 onwards വായിക്കുമ്പോൾ അവൾ പറയുന്നത്, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, കാര്യം അവൻ്റെ ജീവൻ എന്നിൽ ഒഴുകുകയാണ്. സ്വർഗീയമായതിനെ കാംക്ഷിപ്പീൻ. അവർ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് എണ്ണി. You see, we are living in this world only for few years. കുറച്ച് നാളത്തേക്ക്. എന്തിനാണ് ഇന്ന് ചാകാൻ തുടങ്ങുന്നേ? Think about heaven. Think about heaven. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്ന് അറിയാമോ? If you truly pray, if you truly depend upon God, you will see that life is flowing in your life, the life of God. അപ്പൊ ആകപ്പാടെ വ്യത്യാസമാകുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ അടുത്ത വശങ്ങളിലേക്ക്, അതിനോ ഇന്ന് ഈ ഒരു സെഷനൂടെ നമുക്കുണ്ട്. ആ ഒരു സെഷൻ കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല ഇതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ആദ്യത്തെ ആ ഒരു ബേസ് പണിതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിലും മുകളിലോട്ട് കയറാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എനിക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അന്നന്നത്തേക്കുള്ള ആഹാരം അത് തന്നെ ആലോചിച്ച് നോക്കിയേ. കാര്യം എൻ്റെ ചിന്തകളെല്ലാം സ്വർഗീയമാണ്. എനിക്കറിയാം ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ എനിക്ക് ഇന്നത്തേക്കുള്ളത് മതി. കാര്യം എൻ്റെ ചിന്തകൾ ഇപ്പോൾ എവിടെയാ? സ്വർഗത്തിലാ. പിന്നെ അങ്ങോട്ട് പോകാനുള്ളവനായതുകൊണ്ട് കർത്താവേ എൻ്റെ കടങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ പരീക്ഷയിൽ കടത്തരുതേ. കാര്യം എൻ്റെ സ്വർഗീയതയ്ക്ക് ദോഷം വരുന്ന ഒന്നും ഉണ്ടാകരുത്. കാര്യം ഐ എം തിങ്കിങ് ഓൺലി അബൌട്ട് ഹെവൻലി തിങ്സ്, നോട്ട് എർത്തലി തിങ്സ്. അതുകൊണ്ടാ ടെംപ്റ്റേഷനിൽ കടത്തരുതെന്നും. ഇതെല്ലാം പ്രാർത്ഥനയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ എല്ലാം ബാക്കിങ് എന്താണ്? Because I am praying to a heavenly Father and I am going to stay there. അങ്ങോട്ട് പോകാനിരിക്കുക. അതുകൊണ്ട് ഭൂമിയിലുള്ളത് മറന്ന് ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന, I am not setting my minds on things that are here on this earth. Hallelujah. കണ്ണുകളെ അടയ്ക്കാം. യഥാർത്ഥത്തിലൊരു വ്യത്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെ ഡീപ്പർ മീനിങ് എത്ര ആഴമുള്ളതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവേ നീ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, നിന്നോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്കൊരു ലൈഫ് ഇല്ല കർത്താവേ.
എപ്പോഴും നിന്നോട് ഡിപ്പെൻഡൻ്റ് ആകുവാൻ. ആദാം മുറിച്ച് കളഞ്ഞ ആ ട്യൂബ് നീ വന്ന് റീപ്ലേസ് ചെയ്തെങ്കിൽ ഇനി നിന്റെ ജീവൻ ഞങ്ങളിലൂടെ ഒഴുകുവാൻ സഹായിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം പറ, കർത്താവേ, ഞങ്ങൾക്കൊരു വലിയ വ്യത്യാസം, ഒരു രൂപാന്തരം ആവശ്യമുണ്ട്. ഇനി ഞങ്ങൾ പാപത്തെ സ്നേഹിക്കാൻ പോകില്ല. ഇനി ഞങ്ങളിലൂടെ ഒഴുകുന്ന നിന്റെ ജീവനാണ്, മറ്റൊന്നിനും അവിടെ ഇടമില്ല. കർത്താവേ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് ആ സ്വർഗീയനായ പിതാവിൻ്റെ മകനായി ആ വിശുദ്ധിയിൽ നിന്നിൽ നിന്നുള്ള ജീവൻ ഞങ്ങളിലേക്ക് ഒഴുകുവാനും ഞങ്ങളിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ഒഴുകുവാനും നിങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നത